ഈ അഖിലയോട് പറഞ്ഞ് നീ ഗർഭിണിയാണ്, അവൻ്റെ കുഞ്ഞ് നിൻ്റെ, അവൻ പറഞ്ഞ് അതെ അഖിലിൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ്. നമ്മളെ മകൾ മറ്റേ ഈ മകൻ കൊണ്ടുവന്നപ്പോൾ നമ്മളെ മകളായിട്ട് നമ്മളെ മകളുടെ വസ്ത്രങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് എവളിലൂടെ തന്നെ നമ്മൾ അണിഞ്ഞ് നമ്മളിട്ട് കണ്ട് നമ്മൾ സന്തോഷപ്പെട്ടിരിക്കുമല്ലായിരുന്നു. നമ്മളെ മോളായിട്ട് തന്നെയാണ് കണ്ടത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപക്ഷെ കഷായം ഗ്രീഷ്മയേക്കാൾ നമ്മൾ ഏറ്റവും അധികം കേരളം കണ്ട ഏറ്റവും മോശമായ പെൺകുട്ടികളിൽ ഒന്നായി കണക്കാക്കിയ ഒരു വ്യക്തിയാണ് കഷായം ഗ്രീഷ്മ. കഷായം ഗ്രീഷ്മയേക്കാൾ എത്രയോ മടങ്ങ് കൊടും ക്രൂരിയായ അപരാധിയായ ഒരു സമ്പൂർണ്ണ അപരാധി. ഒരുപക്ഷെ പുറത്തിറങ്ങുവാണെങ്കിൽ, ജാമ്യം കിട്ടി പുറത്തിറങ്ങുവാണെങ്കിൽ എല്ലാവരും തന്നെ അവളെ കല്ലെറിയണം. അതായത് കേരളത്തിൽ അവൾക്ക് ജീവിക്കാനോ ഇനി ഡാൻസ് കളിക്കാനോ ഒരു വേദി ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാത്ത രീതിയിൽ അവളെ കല്ലെറിഞ്ഞ് ഓടിക്കണം. നമുക്കറിയാലോ നമ്മുടെ നിയമത്തിന്റെ രീതി. അസ്കറിനെ തന്നെ പോലീസന്മാരെ സുരക്ഷിതമായി കൊണ്ടുപോകുന്ന നമ്മൾ കാണാമല്ലേ. ഈ ഒരു കേസിൽ പരാതി കിട്ടിയിട്ട് അന്വേഷിക്കാത്ത പോലീസ് ഏമാന്മാർ, ആ നാട്ടിലെ സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, മെമ്പർമാർ, പഞ്ചായത്ത് അംഗങ്ങളൊക്കെ, ആ നാട്ടിലെ നല്ലവരായ ആൾക്കാർ, ഇവരൊക്കെ ഇപ്പം വലിയ പ്രകോപിതരായിട്ട് അസ്കറിനെ വളരെ സുരക്ഷയോടുകൂടി പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. അസ്കർ എന്ന് പറയുന്ന ഈ നരാധമനായ അപരാധന് എന്തുമാത്രം ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം. ചിലപ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടുമായിരിക്കും. പക്ഷേ അഖിലേക്ക് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുമ്പോഴത്തേന് കേരളത്തിൽ വീണ്ടും ഇതേപോലെ ഡാൻസ് കൂത്താടാനുള്ള അവസരം ഈ അപരാധി മോൾക്ക്, ഇത്രയും നിഷ്ഠൂരിയായി അപരാധി മോൾക്ക് ഉണ്ടാക്കി കൊടുക്കല്. അതെന്തുകൊണ്ടാണ്? അഖില ആരായിരുന്നു? അഖിലയുടെ പ്രവൃത്തികൾ എന്താണ്? ഈ ഒരു കുട്ടിയോട് ചെയ്തത് മാത്രമാണോ അഖിലയുടെ പ്രവൃത്തികൾ? വളരെ വിശദമായി തന്നെ അഖിലയുടെ ആ ഒരു ജീവചരിത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അഖില എന്താണെന്നുള്ള കാര്യം നമ്മുടെ ജനങ്ങൾ അറിയണം. അഖില എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ പറഞ്ഞ പയ്യനുമായി പരിചയപ്പെടുന്നു. അതായത് അഖിലുമായി പരിചയപ്പെടുന്നത് 2023 കാലയളവിലാണ്. 2024 ഇവര് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു. അതിനു മുമ്പ് തന്നെ വലിയൊരു ദുരന്തം ഈ അഖിലിന്റെ വീട്ടിലുണ്ടാകുന്നു. അഖിലിന്റെ പെങ്ങള്, സുന്ദരിയായ ഒരു പെൺകുട്ടി, അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവര് കെട്ടിച്ചയക്കുന്നു. ആ ഒരു ഭർത്തൃ വീട്ടിൽ വെച്ച് കൊടിയ പീഡനത്തിന് അഖില ഇരയാവുന്നു. അതിനെ തുടർന്ന് മനം നൊന്ത് ഈ പറഞ്ഞ അഖിലിന്റെ പെങ്ങളായ അഖില ആത്മഹത്യ ചെയ്യുന്നു. ആ ഒരു സംഭവത്തിൽ നമുക്കറിയാം, ഒരു മകൾ നഷ്ടപ്പെട്ടാലുണ്ടാവുന്ന വേദന, കെട്ടിച്ചു വിട്ടൊരു മകള് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദന ഇപ്പോഴും അത് കേസായിട്ട് നിൽക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഏറെ ദുഃഖിതരായിരിക്കുന്ന അവരുടെ ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ അഖില, ഈ അഖില കയറി ചെല്ലുന്നത്. ആ കയറി ചെല്ലുന്ന റീസൺ എന്ന് പറയുന്നത് യാദൃശ്യമായി ഈ അഖിലും അഖിലയും തമ്മിൽ കാണുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത്. ഇതെങ്ങനെ പ്രണയത്തിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഖിലും അഖിലയും കാണാൻ നല്ല സ്മാർട്ടായിട്ടുള്ള പിള്ളേരാണ്. മരണപ്പെട്ടു പോയ അഖില് കാണാൻ നല്ല ഒരു പയ്യനാണ്. അഖില അതീവ സുന്ദരിയാണ്. അവൻ്റെ പെങ്ങള്, അവന് നല്ല സ്മാർട്ടാണ്. ആ അഖില് ഈ ഒരു പെൺകുട്ടി, ഇവളെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇവളുടെ ലുക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇവളെ കണ്ട് പ്രണയിച്ച് ഈ ഒരു വിഷയം വീട്ടിൽ പറയുമ്പോഴത്തേനും എതിർക്കുന്നു എന്നാണ് അറിയുന്നത്. വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അത്തരത്തിൽ ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞവർ മുന്നോട്ട് പോകുമ്പോഴത്തേന് അഖിലിൻ്റെ വാശി, അഖിലെ തന്നെ വേണം, അഖിലെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, അതുപോലെ തന്നെ ഈ അഖില എന്നുള്ളൊരു പേര്, അതായത് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആളുടെ പേര് അഖിലയാണ്. അതുപോലെ ഈ പറഞ്ഞ അഖില എന്ന് പറയുന്ന പേരൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു കുടുംബത്തിൻ്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കയറി വരാൻ പോകുന്ന പെങ്കൊച്ച് അഖിലയാണ്. ഒരുപക്ഷെ ദൈവം കൊണ്ട് തന്നൊരു ആളായിരിക്കും. തങ്ങളുടെ നഷ്ടമായ മകൾ അഖിലയ്ക്ക് പകരം മറ്റൊരു അഖിലയായിരിക്കാം എന്ന് പറഞ്ഞ് ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നു. ഇവർ വിവാഹിതരാകുന്നു. നമ്മളെ മകൾ മറ്റേ ഈ മകൻ കൊണ്ടുവന്നപ്പോൾ നമ്മളെ മകളായിട്ട് നമ്മളെ മകളുടെ വസ്ത്രങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് എവളിലൂടെ തന്നെ നമ്മൾ അണിഞ്ഞ് നമ്മളിട്ട് കണ്ട് നമ്മൾ സന്തോഷപ്പെട്ടിരിക്കുമല്ലായിരുന്നു. നമ്മളെ മോളായിട്ട് തന്നെയാണ് കണ്ടത്. മകളെ പോലെ, നഷ്ടപ്പെട്ടു പോയ മകളെ പോലെ ഈ ഒരു അപരാധി മോളെ അവർ സ്നേഹിക്കുന്നു. അഖിലയുടെ എല്ലാ വസ്ത്രങ്ങളും, അഖിലയുടെ ആഭരണങ്ങളും, എല്ലാ സാധനങ്ങളും ഈ അപരാധി മോൾക്ക് ഇവർ കൊടുക്കുന്നു. വലിയ രീതിയിൽ സ്നേഹത്തോടെ ഇവളെ മകളായി കണ്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഈ അഖില എന്ന് പറയുന്ന ഈ കാട്ടപരാധി ഗർഭിണിയാവുന്നത്. ഇവള് ഗർഭിണിയായപ്പോൾ ഇവള് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞ് നീ ഈ അഖിലയോട് പറഞ്ഞ് നീ ഗർഭിണിയാണ്, അവൻ്റെ കുഞ്ഞ് നിൻ്റെ, അവൻ പറഞ്ഞ് അതെ അഖിലിൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ്. ഇത്രയും അധികം സ്നേഹിച്ച് ഇത്രയും നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു ചെറുക്കനെ കിട്ടിയിട്ട് പോലും ഇവള് അവനെ ഒഴിവാക്കാൻ വേണ്ടി തൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടി, ആ കുട്ടിയുടെ പിതാവ് അഖിലല്ലെന്ന് ഇവള് പറയുന്നു. ഇതൊരിക്കലും ഒരാൾക്കും താങ്ങാനാവുന്ന കാര്യമല്ല. നമ്മൾ ആ സിനിമയിൽ കണ്ടാണ്, മറ്റേ സുരാജിൻ്റെ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു സീൻ ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സീനാണ്. ആക്ഷൻ ഹീറോ ബിജുവിലെ കുട്ടി എൻ്റേതല്ലെന്ന് മാത്രം പറയല്ലേ സാറേ എന്ന് പറഞ്ഞ് കരയുന്നത്. ഒരച്ഛനും താങ്ങാനാവാത്തൊരു സംഭവമാണത്. ഒരച്ഛനും എത്ര മോശക്കാരനാണെന്ന് പറഞ്ഞാലും ഒരച്ഛനും കുട്ടി തൻ്റേതല്ല എന്ന് പറയുമ്പോൾ താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അപരാധി മോള് അഖിലെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് അവൻ ജീവനുല്യം സ്നേഹിച്ചിട്ടും
ഈ പറഞ്ഞ ചതി ഇവള് ചെയ്യുന്നുള്ളതാണ്. കുട്ടി ആരുടേതാണെന്ന് അവൾ പറയുന്നില്ല, ആരുടെ കുട്ടിയാണെന്ന് അവൾ പറയുന്നില്ല. നിന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വലിയ വിഷയങ്ങളാവുന്നു, കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവൾ അവിടെയും പറയുന്നത് ഇതെവൻ്റെ കുട്ടിയല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. അതായത് ആ സിനിമയിൽ കാണുന്ന അതേ സീൻ. അതിനെ തുടർന്ന് അഖിലെന്ന് പറയുന്ന ഈ ഒരു പയ്യൻ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നു. ആലോചിച്ച് വെക്കുക, ഒരു പുരുഷൻ ഈ രീതിയിൽ ജീവൻ എടുക്കണമെങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നിട്ട് അവൻ ജീവൻ എടുക്കണമെങ്കിൽ അവൻ എന്തുമാത്രം നല്ലൊരു മനുഷ്യനായിരിക്കും. അവരുടെ 2 മക്കളും, ആ ഒരു കുടുംബത്തിലെ 2 മക്കളും അവർക്കില്ലാതാവുന്നു. ഇതുപോലൊരു അവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാകാൻ പാടില്ല. എന്നാലോചിച്ച് നോക്കുക, എന്തൊരു ഭയാനകമായൊരവസ്ഥയെന്ന് നോക്കുക. ആ ഒരു കുടുംബത്തിൽ, ആ ഒരു കുടുംബത്തോട് വീണ്ടും അവൾ ദ്രോഹം ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവം കഴിഞ്ഞ് 2025 ശേഷം ഇവൾ ഈ പറഞ്ഞ അസ്കറുമായിട്ട് അടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് മരണപ്പെട്ട് അധികം ആവുന്നതിന് മുമ്പ് തന്നെ ഇവൾ ഈ പറഞ്ഞ സ്റ്റേജ് ഷോയുമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്റ്റേജ് ഷോയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനുമായിട്ട് അടുക്കുന്നു. ഏത് ഡ്രൈവറായിട്ട്, അതായത് തൻ്റെ ഭാര്യയെ കഠിനമായ രീതിയിൽ ഉപദ്രവിച്ച് ആ ഭാര്യയെ കോമാ സ്റ്റേജിലാക്കി ജീവിതം തുലച്ചതിന് ശേഷം സുഖമായിട്ട് നടക്കുന്ന, നമ്മുടെ നാട്ടിൽ ഒരു ശിക്ഷയും കിട്ടാതെ സുഖമായിട്ട് നടക്കുന്ന, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലെ നിയമം എന്തൊരു അപരാധികളാണ്. നിസ്സാര കേസിന്, പെറ്റി കേസിന് ഓരോരുത്തരെ പിടിക്കാൻ, അറസ്റ്റ് ചെയ്യൊക്കെ ചുമ്മാതെ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ കേസ് എടുക്കും. അല്ലാതെ ഇതുപോലുള്ള ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു അപരാധി മക്കളും ഒന്നും ചെയ്യാറില്ല നമ്മുടെ നാട്ടിൽ. അങ്ങനെ എന്ത് ചെയ്ത് ഇവർ ഞങ്ങൾ ഈ പ്രണയത്തിലാവുന്നു. ഈ പറഞ്ഞ ഈ പല്ലിയെ ഇവൻ സ്നേഹിക്കുന്നു, ഈ അസ്കർ എന്ന് പറയുന്നവൻ സ്നേഹിക്കുന്നു. ഇവർ ഞങ്ങൾ ഈ കടുത്ത പ്രണയമാവുന്നു. അങ്ങനെ ഇവർ ഞങ്ങൾ ഈ ലീവിങ് ടൂർ ആവുന്നു. ആ സമയത്ത് കൊച്ചിനെ എവളുടെ അമ്മ വളർത്താന്ന് പറഞ്ഞ് ചോദിച്ചു. അതുപോലെ തന്നെ മറ്റവരും, അതായത് തങ്ങളുടെ മകൻ്റെ അഖിലിൻ്റെ കുട്ടി അല്ല എന്ന് പറഞ്ഞാന്ന് വാദിച്ചിട്ട് പോയവളാണ്. എന്നിട്ട് പോലും തങ്ങളുടെ മകൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് കുട്ടിയെ കിട്ടാൻ വേണ്ടി ഇവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇവരുടെ നമ്പരൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇവരോട് ചെയ്യാവുന്ന ദ്രോഹമൊക്കെ ഇവൾ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പോലും കുട്ടിയെ ആർക്കും കൊടുക്കാൻ ഇവൾ തയ്യാറാവുന്നില്ല. ഈ കൊച്ചി ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നെന്നും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നും വ്യക്തമായ ബോധം ഇവൾക്കുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ 4 ദിവസത്തെ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇവർ തങ്ങളിൽ പറഞ്ഞൊപ്പിച്ചാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞൊപ്പിച്ച് പോയെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിൻ്റെ കുടുംബത്തെ എൻറ്റയർലി, അഖിലിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ കുടുംബത്തിൻ്റെ അച്ഛനൊക്കെ ഇപ്പോഴും വളരെ കൂളായി നിന്ന് സംസാരിക്കുന്നത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. മകനും മകളും നഷ്ടപ്പെട്ടു. അവർക്ക് ആകെ ഉണ്ടാകുന്ന പറയുന്ന ആ ഒരു ജനറേഷൻ നിൽക്കാൻ വേണ്ടി ഈ ഒരു മകനാണ് ഉണ്ടായിരുന്നത്. ആ ഒരു മകനെ ഇല്ലാതാക്കി. ഒന്ന് ആലോചിച്ച് വെക്കുക, വല്ലാത്തൊരവസ്ഥ. ഇതുപോലെ ഒരു അവസ്ഥ, പോലുള്ള അപരാധി മക്കൾ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. സുഖകരമായി ഒരു ദാമ്പത്യ ജീവിതം നയിക്കേണ്ടുന്ന അവരുടെ മകനെയും ഈ രീതിയിൽ, അവരുടെ മകനെയും കൊച്ചുമകനെയും ഈ രീതിയിലാക്കിയ ഈ അപരാധിക്ക് ഇനി ജീവിച്ചിരിക്കാനുള്ള അർഹതയുണ്ടോ? അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഈ അസ്കറിൻ്റെ കേസ്. അസ്കറിന് നമ്മുടെ നാട്ടിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ, തൂക്കുമരണം കൊടുക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇരട്ട ജീവപര്യം എന്തായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഈ ഒരു പ്രമാദമായ കേസായതുകൊണ്ട് ഇന്നലെ UP-യിൽ സമാനമായൊരു സംഭവം നടന്നു. ഓൺ ദ സ്പോട്ടിൽ എൻകൗണ്ടർ നടത്തിയത്, വെടിവെച്ച് കൊന്നു. അത് തന്നെയാണ് ഇവിടെ വേണ്ടത്. ഈ നാട്ടിലെ ഈ പഴമണ്ണുകളായ ഈ പോലീസുമാർ ഇവനെ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ട് നടക്കുന്ന കാണുമ്പോഴത്തേന് ഇവനെ കണ്ടു കഴിഞ്ഞാൽ തോക്കുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഏതൊരു വ്യക്തിക്കും, എനിക്കും 2 ദിവസമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ശിക്ഷ കിട്ടിയാലും വേണ്ടില്ല, ഇവനെ ഇല്ലാതാക്കണമെന്നുള്ളൊരു തോന്നൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവും. ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ, ഇനിയെങ്കിലും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ആ നാട്ടുകാരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ണിൽപ്പെട്ടാൽ, ഉണ്ടെന്ന് സംശയം തോന്നിയാൽ പോലും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുക. ബന്ധപ്പെട്ടവരെന്ന് പറയുന്ന ഈ അപരാധി മക്കളും ആക്ഷൻ എടുക്കുക. ഒരു കാര്യമില്ലാതെ ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി സതീശൻ്റെ വീട്ടിലൊക്കെ പോയി അടുക്കളപ്പുറത്ത് കയറിയിരുന്നു. അവരുടെ അടുപ്പിൻ്റെ ചാമ്പലിൽ പോലും ഒളിച്ചിരുന്ന് വീഡിയോ ഉണ്ടാക്കുന്ന മാധ്യമപ്രവർത്തകർ, അവർക്ക് കാവൽ നയിക്കുന്ന പോലീസ് ഏമാന്മാർ, ചിന്തിക്കുക. നിങ്ങളൊക്കെ അല്ലേ ഇതിനൊക്കെ കാരണക്കാരനെന്ന് ചിന്തിക്കുക. എനിവേ, ഇതുപോലെ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ.